തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ചിത്രം തെളിഞ്ഞു വരുന്ന ഓരോ ദിവസത്തിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സറിയാൻ റിപ്പോർട്ടർ നടത്തുന്ന പ്രീ പോൾ സർവേ തുടരുകയാണ്. 4 മണ്ഡലങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 4 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ അഭിപ്രായ സർവേയിൽ ജനപിന്തുണ UDF-നാണ്. UDF മുൻതൂക്കം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യ 4 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ കൊല്ലത്തും ആറ്റിങ്ങലിലും മലപ്പുറത്തും UDF തുടരും എന്നുള്ള സർവേ ഫലം വരുന്നു. കാസർഗോഡ് LDF തിരിച്ചു പിടിക്കുമെന്നാണ് വോട്ടർമാരുടെ പ്രവചനം. LDF-ന് കൂടുതൽ സാധ്യത കാസർഗോഡ് പ്രവചിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുവരെയുള്ള പ്രീ പോളിന്റെ ഫലം ഇങ്ങനെയാണ് നിൽക്കുന്നത്. 4 ഇടങ്ങൾ പിന്നിടുമ്പോൾ 3-1. ഇന്ന് 2 ഇടങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ടാലി മാറുമോ നോക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന 2 മണ്ഡലങ്ങൾ മാവേലിക്കരയും വയനാടുമാണ്. കേരളത്തിന്റെ ഉള്ളറിഞ്ഞ റിപ്പോർട്ടർ റിസർച്ച് ടീം നടത്തിയ സർവേ, അതിന്റെ ഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എങ്ങനെയാണ് നമ്മൾ 4 മണ്ഡലങ്ങളിലൂടെ സർവേ നടത്തിയത്? വിവിധ ചോദ്യങ്ങളിലൂടെയാണ് വോട്ടർമാരുടെ ഉള്ളറിഞ്ഞത്. ഈ സർവേയുടെ ഒരു രീതിശാസ്ത്രം, മെത്തഡോളജി എന്താണ് എന്നതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇനി എത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിക്കുന്നത് എന്താണ്, വോട്ടർമാരുടെ മനസ്സിൽ എന്താണെന്നറിയാൻ 14 ചോദ്യങ്ങളുമായാണ് റിപ്പോർട്ടറിന്റെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓരോ മണ്ഡലത്തിലും എത്തിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളും പ്രതീക്ഷകളും ജനങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. എങ്ങനെയാണ് ഈ സർവേ മെത്തഡോളജി പോയത് എന്ന് നോക്കാം ഒരു റിപ്പോർട്ടിലൂടെ. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചിരിഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം. 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം. 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം. ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാവേലിക്കര മണ്ഡലമാണ്. ആ മാവേലിക്കര മണ്ഡലം എങ്ങനെയാണെന്ന് നോക്കാം. മണ്ഡലത്തിന്റെ സ്വഭാവം അറിയേണ്ടതുണ്ടല്ലോ. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് ഇത്. 62 മുതൽ 2019 വരെയുള്ള 15 തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും UDF-നെയാണ് മാവേലിക്കര പിന്തുണച്ചത്. സംവരണ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ജനകീയത വോട്ടാക്കി മാവേലിക്കര ഇത്തവണയും നിലനിർത്താമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. മാവേലിക്കര മണ്ഡലം രൂപം കൊള്ളുന്നത് 1967 തിരുവല്ല മണ്ഡലം ഇല്ലാതായപ്പോൾ രൂപം മാറി. 2008 പുനർനിർണയത്തിൽ അടൂരിന്റെ ഒരു ഭാഗം കൂടി ചേർന്ന് മാവേലിക്കര സംവരണ മണ്ഡലമായി. കൊല്ലം ജില്ലയിലെ പത്തനാപുരം, കൊട്ടാരക്കര, കുന്നത്തൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, ചെങ്ങന്നൂർ, കുട്ടനാട് അങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം. നിയമസഭയിൽ ഇടത്തേക്ക് ചായ്വെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തോടാണ് കൂറ്. പല ഭൂപ്രകൃതിയിലൂടെ, വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെ, ജാതി മതഭേദങ്ങളിലൂടെ മാവേലിക്കര അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവാൻ വേണ്ടിയാണ് ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല. അതിലൊക്കെ ഉപരി LDF വരും, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ പിണറായി ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് എന്ത് ഭരണമാണ് നടത്തുന്നത്? വലതുപക്ഷത്തോടാണ് മാവേലിക്കരയ്ക്ക് എന്നും ചായ്വ്. 1962 നടന്ന തെരഞ്ഞെടുപ്പിൽ R. അച്യുതനിലൂടെ UDF വിജയം നേടി. 1971 R. ബാലകൃഷ്ണപിള്ള വിജയിച്ചു. 77 BK നായരിലൂടെ വീണ്ടും കോൺഗ്രസ് ജയം. 1980 മണ്ഡലം വീണ്ടും PJ കുര്യനിലൂടെ UDF നിലനിർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF തരംഗമുണ്ടായപ്പോഴും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് അന്ന് UDF സ്ഥാനാർത്ഥി കൈവരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഇന്ന് LDFിൻ്റെ MLAമാരാണ്. നല്ല ഭൂരിപക്ഷമാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1,00,000-ലധികം ഭൂരിപക്ഷമാണ് നിയമസഭാ മണ്ഡലത്തിൽ എല്ലാം കൂടി ഈ ലോക്സഭയിൽ LDFിനുള്ളത്. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് കാലിടറി. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തമ്പാൻ തോമസ് വിജയിക്കുകയും LDFിനോട് കൂറു പുലർത്തുകയും ചെയ്തു. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലത്തിൽ ശക്തമായി തിരിച്ചെത്തി. 1998 വരെ നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും PJ കുര്യനിലൂടെ കോൺഗ്രസ് കരുത്തുകാട്ടി. 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയിലൂടെ വീണ്ടും മണ്ഡലത്തിൽ UDF തന്നെ നേട്ടം കൊയ്തു. മാവേലിക്കരയിലെ MP ആയിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഈ ഇലക്ഷൻ സമയത്തല്ലാതെ ആരും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ തീർച്ചയായും ആ സമയത്ത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ നോക്കുന്നത്. 2004 കോൺഗ്രസിനെതിരെ മണ്ഡലം വിധിയെഴുതി. CS സുജാത രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ചു. 2009 കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം പിടിച്ചെടുത്തു. 2014 2019 കൊടിക്കുന്നിൽ വിജയം ആവർത്തിച്ചു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലം അത് പുനർനിർണയത്തിന് മുൻപും ശേഷവും വിധിയെഴുതിയത് എങ്ങനെയാണ്, ആരെയൊക്കെ അധികാരത്തിലേറ്റി MP ആക്കി എന്നുള്ളതാണ് നമ്മൾ ആ റിപ്പോർട്ടിലൂടെ കണ്ടത്. ഏറ്റവും കൂടുതൽ തവണ UDFനെ വിജയിപ്പിച്ചു. UDFന് നിശ്ചയമായും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണത്. UDFന്റെ ഒരു കോട്ട എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മാവേലിക്കര മണ്ഡലത്തെ ഈ സംവരണ മണ്ഡലമായ ശേഷം കൊടുക്കുന്നിൽ മാത്രമാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു വോട്ട് ഗ്രാഫ് അതിലൂടെ നമുക്ക് കടന്നു പോകാം. എങ്ങനെയാണ് മാവേലിക്കരയുടെ ഒരു മൂഡ് ഈ 3 തെരഞ്ഞെടുപ്പിൽ 2014, 19, 21 മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ ലൈൻ ഗ്രാഫിലേക്ക് നമ്മൾ വരികയാണ്. മാവേലിക്കര മണ്ഡലം ചിന്തിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ്. ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാവേലിക്കരയുടെ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2014 UDFന് 45.25% വോട്ടുകളാണ് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ഏറെക്കുറെ അതിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വോട്ട് പെർസെന്റേജ് 2019 വളരെ കൺസിസ്റ്റന്റ് ആണ്. UDFനോട് അനുകൂലമായിട്ടുള്ള ശബരിമല അടക്കമുള്ള വികാരങ്ങൾ വരുമ്പോഴും 2014 2019 ഏകദേശം ഒരേ രീതിയിൽ വിധിയെഴുതിയ ഒരു ട്രെൻഡ് നമ്മൾ ഇതുവരെ കണ്ട മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് മാവേലിക്കരയിൽ കാണാൻ കഴിയുന്നുണ്ട്. 45.36. അതിൽ നിന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നോക്കൂ, UDFന് 36.71%. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നിയമസഭയിലും ലോക്സഭയിലും വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ വിധിയെഴുത്ത് വരുന്നത്. നമ്മൾ LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ 42.03% നിന്ന് 39ലേക്ക് കൂപ്പുകുത്തുന്നുണ്ട് 2019 UDF. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വലിയ രീതിയിൽ തിരിച്ചു പിടിക്കാനും തിരിച്ചു കയറാനുമുള്ള ഒരു ശ്രമവും അവിടെ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. 39 നിന്ന് 46.40 LDF 2021. 2014 വലിയ വ്യത്യാസമില്ല. 2014 42.03 ആയിരുന്നു. 2021 എത്തുമ്പോഴേക്കും 4% വ്യത്യാസം മാത്രം. നോക്കൂ, ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിലെ വളർച്ച നമുക്കത് കാണാൻ കഴിയുന്നത് കൃത്യമായി NDAക്കാണ്. NDAക്ക് 2014 8.97 ആയിരുന്നു. 2019 ആകുമ്പോഴേക്കും അവർ 13.75 എത്തുന്നു. 2021 ആകുമ്പോഴേക്കും 15.12 ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ 2014, 19, 21 ഈ 3 കണക്കുകളും കാട്ടുന്ന ചില പോൾ അരിത്തമെറ്റിക് വെച്ചുകൊണ്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവാലുവേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കൃത്യമായി UDFന് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ UDFനുള്ള ചാൻസസ് അവിടെ ഹൈ ആണ്. അല്ല, അവിടുത്തെ ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് UDFന്റെ കോട്ടയായിരിക്കുമ്പോഴും 2 പാറ്റേണിലാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം നിൽക്കുന്ന മാവേലിക്കര, പക്ഷേ ആ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് എടുക്കുമ്പോഴത്തേക്കും എല്ലാം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയാവോ? മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ 7 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് LDF ആണ്. ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി പോലും കോൺഗ്രസിന്റെ പക്കലില്ല. എന്ന് മാത്രമല്ല, മാവേലിക്കര മണ്ഡലത്തിന്റെ ഒരുപക്ഷെ കേരളത്തിലെ ഏക മണ്ഡലം മാവേലിക്കരയ്ക്കും ഞാൻ ഈ പറയുന്ന പ്രത്യേകതയുള്ളത് 3 സംസ്ഥാന മന്ത്രിമാർ ആ മണ്ഡലത്തിൽ നിന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ, പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാർ, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, അങ്ങനെ 3 മന്ത്രിമാർ ഈ പറയുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളും CPMന്റെയോ അല്ലെങ്കിൽ CPMന്റെ ഘടകകക്ഷികളുടെയോ ആണ്. അതിലൊന്ന് കേരള കോൺഗ്രസ് എമ്മാണ് ചങ്ങനാശ്ശേരി ജോബ് മൈക്കിളാണ്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായിട്ടുള്ള തോമസ് K. തോമസ് ആണ് കുട്ടനാട്ടിൽ നിന്നുള്ള MLA. അതേപോലെ കോവൂർ കുഞ്ഞുമോൻ CPMനോടൊപ്പം നിൽക്കുന്ന MLA ആണ്. അതേപോലെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MS അരുൺകുമാർ CPMന്റെ ആണ്. അപ്പോൾ നോക്കുമ്പോൾ UDF ലോക്സഭയിൽ
സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലമാണെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളും ഓപ്റ്റ് ചെയ്തത് CPM-നെയോ CPM-ന്റെ ഘടകകക്ഷികളെയോ ആണ്. ആ മണ്ഡലത്തിൽ നിന്ന് 3 സംസ്ഥാന മന്ത്രിമാരുമുണ്ട്. അതെ, ഇതാണ് മണ്ഡലത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ്. അത് ലോക്സഭയിലും നിയമസഭയിലും 2 രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു തുടർച്ചയാണ്. ആ ഒരു ഗ്രാഫിന് ഒരു തുടർച്ചയുണ്ട്. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ വോട്ടർമാരിലേക്ക്, മാവേലിക്കരയുടെ വോട്ടർമാരിലേക്ക് നമ്മുടെ സർവേ ടീം അംഗങ്ങൾ ചെന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഏതാണ്? പാർലമെന്റ് അംഗത്തിന്റെ പേരറിയാമോ എന്നുള്ള ചോദ്യമാണ്. അതാണ് നമ്മുടെ എപ്പോഴത്തെയും ഏറ്റവും ആദ്യത്തെ ചോദ്യം അതാണ്. നമ്മുടെ മുൻപുള്ള സർവേകളിൽ, മുൻപ് പോയ മണ്ഡലങ്ങളിലൊക്കെ ഒരു 90% മേൽ അറിയാം, പൊതു എല്ലാവർക്കും MP അറിയാം. പക്ഷെ ഇവിടെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. അതെ, 78.9% പേർ 79 എന്ന് വെച്ചോളൂ. 79% പേർക്ക് MP അറിയുള്ളൂ. അതിനർത്ഥം 21.1% ആളുകൾക്ക് MP-യെ അറിയില്ല. അതായത് 100 പേരെ നിങ്ങൾ കാണുമ്പോൾ 21 പേർക്ക് നിങ്ങളുടെ MP ആരാണ് എന്നറിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അവസാനം ഇത് ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 78.9%. അപ്പോൾ അത് 80%-ലേക്ക് എത്തുന്നില്ല. അതായത് ഒരു ഡിസ്റ്റിങ്ഷനിലേക്ക് എത്താത്ത ഒരു ഘട്ടം നമ്മൾ അവിടെ കാണുന്നുണ്ട്. MP അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ MP മണ്ഡലത്തിലുണ്ടോ, MP-യുടെ പ്രവർത്തനം എങ്ങനെ, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യം ഇതോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അതിലേക്ക് പോകാം നമുക്ക്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് 5 ഉത്തരങ്ങളാണ് നമ്മൾ കൊടുത്തത്. വളരെ മികച്ചത്, ശരാശരി, മോശം, വളരെ മോശം, അഭിപ്രായമില്ല, അല്ലെങ്കിൽ അറിയില്ല. വളരെ മികച്ചതെന്ന് പറയുന്നത് നോക്കൂ, 3.6%. മികച്ചത് 11.6%. അല്ല, അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടി ചേർത്താൽ 15.2%. 15.2% ആളുകൾ മാത്രമാണ് MP ആ മണ്ഡലത്തിൽ കാര്യമായി പ്രവർത്തിച്ചു എന്ന് കരുതുന്നവർ. വളരെ ചെറിയ ശതമാനമാണ് അത്. മോശം, വളരെ മോശം എടുക്കുന്ന കണക്കുകൾ കൂടി പ്രധാനമായി നോക്കേണ്ടതുണ്ട്. മോശം എന്നത് 23.8%, വളരെ മോശം 25.1%. അപ്പോൾ 48.9% പേർ MP-യുടെ പ്രവർത്തനം മോശമെന്ന് വിലയിരുത്തുന്നു. അതായത് 49% ആളുകൾ MP-യുടെ പ്രവർത്തനം മോശമാണെന്ന് വിലയിരുത്തുമ്പോൾ കേവലം 15.2% പേർ മാത്രമാണ് MP-യുടെ പ്രവർത്തനം നല്ലതാണ് എന്ന് പറയുന്നത്. ഇതാണ് സ്ഥിതി. അപ്പോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനോട് അത്ര ഒരു മതിപ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വോട്ടർമാർക്കിടയിൽ ഇല്ല എന്നതിന്റെ ആദ്യത്തെ സൂചനയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത് എന്താണ്? മാവേലിക്കരയിലെ വോട്ട് വിഷയം. നമ്മൾ കൊടുക്കുന്ന ആ ചോദ്യങ്ങളിൽ, ആ ഓപ്ഷൻസിൽ ഏതാണ് മാവേലിക്കരയുടെ വോട്ടർമാർ തെരഞ്ഞെടുത്തത്? നോക്കാം. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, എത്ര പേർക്കാണ് താല്പര്യം? 6%. രണ്ടാമത്തേത് അയോധ്യ ക്ഷേത്ര നിർമ്മാണമാണ്, 2.2%. വികസന പ്രവർത്തനം, അതാണ് ഏറ്റവും പ്രധാനം. വികസന പ്രവർത്തനം 41.3% പേർ അതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ MP എന്തു കൊണ്ടുവന്നു എന്ന ചോദ്യം, അവിടെ ഒരു കണക്ഷൻ ഉണ്ട് സ്മൃതി. കാരണം വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി 41% ആളുകൾ കാണുന്നുണ്ട് എങ്കിൽ ഈ MP കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് 48% ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ വികസന പ്രവർത്തനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വോട്ടർമാർ കാണുകയും ആ വികസന പ്രവർത്തനങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് നന്നായി പെർഫോം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റ് കൊടിക്കുന്നിൽ സുരേഷിനെതിരായി വരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അവിടെ നോക്കൂ, വിലക്കയറ്റം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. 20.6% പേർ വിലക്കയറ്റം ഒരു പ്രധാന ഘടകമായി കാണും. അവിടെയും ഒരു ഗുണമുണ്ട്. നോക്കൂ, ഇപ്പൊ അഴിമതി 8% പേര് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ കാണുന്നു. അഴിമതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാലോജിക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. രണ്ടാമത് വിലക്കയറ്റം 20% പേർ വളരെ പ്രാധാന്യത്തോട് കാണുന്നു. തൊഴിലില്ലായ്മ 11.9% പേർ വളരെ പ്രാധാന്യത്തോട് കാണുന്നു. ഇതെല്ലാം കൂടി ചേർത്താലോ? അല്ല, ഇതെല്ലാം കൂടി ചേർത്താൽ, അതായത് ഈ 3 ഘടകങ്ങളും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല അഴിമതി വിഷയം വരുന്നത്, കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല വിലക്കയറ്റം വരുന്നത്, കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല തൊഴിലില്ലായ്മ വരുന്നത്. കേരളത്തിൽ ഈ 3 വിഷയങ്ങളും വരുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. അത് 41.1%. ഇവിടെ നോക്കൂ, അപ്പൊ ഇഞ്ചോടിഞ്ചാണ്. ഇതിനകത്ത് ആന്റി ഗവൺമെന്റ് വികാരവുമുണ്ട്, ആന്റി MP വികാരവും. അങ്ങനെ ഒരു മണ്ഡലം നമുക്ക് ആദ്യമാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് അടുത്ത ചോദ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവും. നോക്കൂ, ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അവിടെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ തരംഗവും ആ മണ്ഡലത്തിൽ സജീവം. അതിന്റെ ഗുണം കൊടിക്കുന്നിൽ കിട്ടുമോ എന്നറിയാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി മാവേലിക്കരക്കാർ ആഗ്രഹിക്കുന്ന അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്.
ഒന്ന് ഇടപെടേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ രാജ്യസുരക്ഷ 4.7% പേർ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. 2% പേർ അയോധ്യ വളരെ പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അങ്ങനെ വരുമ്പോൾ സുജയ 6.9% പേര് 7% പേര് രാജ്യരക്ഷയിലും അയോധ്യയിലും പ്രാധാന്യം കാണുന്നുണ്ട് എങ്കിൽ BJPക്ക് ഇനിയും അവിടെ വേണമെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാം. BJPക്ക് അനുകൂലമായ ഒരു ചിന്തിക്കുന്ന ഒരു വിഭാഗവും അവിടെ ഉണ്ട്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലേക്കാളും വോട്ട് ഭേദം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് ഈ ഉത്തരങ്ങളിലേക്ക്. രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ കൂടുതൽ പോപ്പുലർ മാവേലിക്കരയിൽ? നോക്കാം ഉത്തരങ്ങളിലേക്ക്. മോദി തന്നെയാണ്. 39.8% പേർ മോദി പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പേരിന് 31.1% പേരാണ് വോട്ടിട്ടിരിക്കുന്നത്. അതെ, അതേസമയം ശശി തരൂരിന് 4.5% ആളുകൾ വോട്ടിട്ടിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെക്ക് 5% ആളുകളും വോട്ടിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ശശി തരൂർ ഇങ്ങനെ വരുമ്പോൾ വിഭജിച്ച് പോകുന്നുണ്ട്. എങ്കിലും നമുക്കൊരു 40% ആളുകൾ കോൺഗ്രസിനെ തന്നെയാണ്, കോൺഗ്രസ് മൈൻഡ് ഉണ്ട് അവിടെ. അതായത് മോഡിയാണ് നമ്പർ 1 ആയി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ എന്ന് മാവേലിക്കരയിലെ ഏതാണ്ട് 39.8% ആളുകൾ കരുതുമ്പോൾ 40% ആളുകൾ 3 നേതാക്കളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ശശി തരൂർ എന്നീ 3 പേരെയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മൈൻഡിന് ചെറിയൊരു എഡ്ജ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇനി ഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോവുകയാണ്. മാവേലിക്കരയിലെ വോട്ടർമാരുടെ മനസ്സെന്താണെന്ന് നോക്കാം. മോദിയെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഭരണം ഇഷ്ടപ്പെടുന്നുണ്ടോ? കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതായിരുന്നു നമ്മൾ മാവേലിക്കരയിലെ വോട്ടർമാരോട് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻഡ് ആൻസേഴ്സ് ആർ ഹിയർ. വളരെ മികച്ചതെന്ന് 12.2% പേരും മികച്ചതെന്ന് 22.7% പേരും അഭിപ്രായപ്പെടുന്നു. അതായത് 34.9% പേര് മോദിയുടെ ഭരണം, 35 എന്ന് നമുക്കെടുക്കാം, 35% പേര് മോഡിയുടെ ഭരണം വളരെ നല്ലതാണ് എന്ന് മാവേലിക്കരയിൽ വിലയിരുത്തുന്നു. മോശം നോക്കൂ, മോശം 14.9%, വളരെ മോശം 10.8%. അങ്ങനെ വരുമ്പോൾ 25.7% ആളുകളാണ് മോശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. അയോധ്യ ക്ഷേത്രം, അതേപോലെ തന്നെ രാജ്യരക്ഷ, അതേപോലെ മികച്ച പ്രധാനമന്ത്രി, അതേപോലെ വളരെ മികച്ച ഭരണം, ഈ കാര്യങ്ങളിനകത്ത് നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായിട്ടുള്ള ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. അവിടെ സുജയ സൂചിപ്പിച്ച പോലെ BDJS ആണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ തഴവ സഹദേവൻ അല്ലെ, തഴവ സഹദേവനാണ് അവിടെ മത്സരിച്ചത്. BDJS ആണ് അവിടെ മത്സരിച്ചത്. ഇനി പ്രാവശ്യം ആരാണ് മത്സരിക്കുന്നത് നമുക്ക് അറിയില്ല. എങ്കിൽ കൂടിയും ഈ പറയുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു എന്താ പറയാ, നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. സംസ്ഥാന സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദ്യം. വളരെ മികച്ചതെന്ന് 3.2%, മികച്ചതെന്ന് 17%. ടോട്ടൽ 20.2% പേർ പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവെക്കുമ്പോൾ മോശം 20.3%. 45.6. അങ്ങനെ വരുമ്പോൾ 45.6% പേർ സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഉണ്ട് കേട്ടോ. സ്ട്രോങ് ആന്റി ഇൻകംബൻസി. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം മാവേലിക്കരയിൽ വളരെ ചർച്ചയായ മണ്ഡലം അതാണ്. വിലക്കയറ്റം 20% ചർച്ചയായി, തൊഴിലില്ലായ്മ 11% ചർച്ചയായി. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സർക്കാർ മോശം എന്ന് പറയുന്ന 45.6% എങ്കിൽ നിശ്ചയമായും മാവേലിക്കര മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. ചേർത്ത് വെക്കേണ്ട അടുത്ത ചോദ്യം, ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് വളരെ അപകടകരമായ കണക്കാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് 6.6% പേര്, ഒരുപോലെ എന്ന് പറയുന്നത് 26.5% പേര്. രണ്ടും കൂടി ചേരുമ്പോൾ 33.1% പേര് ഏറെക്കുറെ അനുകൂലമായി ചിന്തിക്കുമ്പോൾ നേരെ ഇരട്ടിയാണ്. 33% പേര് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിൽ എത്തുമ്പോൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ 66% പേര് ഈ സർക്കാർ മോശമായി എന്ന് പറയുന്നു. സ്ട്രോങ് ആന്റി ഇൻകംബൻസി. 3 മന്ത്രിമാർക്കെതിരായ വികാരം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതെ, അത് KB ഗണേഷ് കുമാർ ഇപ്പോൾ വന്ന മന്ത്രിയാണെങ്കിൽ കൂടിയും, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ, ഇപ്പൊ KB ഗണേഷ് കുമാർ അടുത്ത മന്ത്രിയായതാണ്. 3 മന്ത്രിമാരുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ സ്ട്രോങ് ആന്റി ധനമന്ത്രി പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ള പ്രത്യേകം ആലോചിക്കേണ്ടത്. അതാണ്. അതുകൊണ്ട് വിലക്കയറ്റമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഒരുപക്ഷെ പറയുന്നത് കൊട്ടാരക്കര കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. സജി ചെറിയാൻ്റെത് പ്രതികരണങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന അഭിപ്രായങ്ങളായിരിക്കും. അതെ,
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 7 ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മോദിയെ വിലയിരുത്തി, പിണറായിയെ വിലയിരുത്തി, 1ഉം 2ഉം പിണറായി സർക്കാരുകളെ വിലയിരുത്തി. പ്രതിപക്ഷം കൊള്ളാമോ? അതാണ് 8ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മാവേലിക്കരയുടെ അഭിപ്രായം എന്താണ്? ഉത്തരങ്ങളിലേക്ക് നമുക്ക് വരാം. മികച്ചതാണോ അതോ മോശമാണോ നോക്കാം. വളരെ മികച്ചതെന്ന് 1.7% പേർ മാത്രം കരുതുന്നു. മികച്ചതെന്ന 10.0%, അതായത് 11.7% പേരാണ് നല്ല അഭിപ്രായം കാഴ്ചവെക്കുന്നവർ. വളരെ മോശമെന്ന് പറയുന്നത് 50%-ലധികമാണ്. 52.9 അല്ലേ? 52.9% പേർ പ്രതിപക്ഷം. ഇവിടെയാണ് നോക്കൂ, സർക്കാരിനോടുള്ള സമീപനവും പ്രതിപക്ഷത്തോടുള്ള സമീപനവും ഏതാണ്ട് ഒരുപോലെ. അതാണ്. അപ്പം അവിടെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്നത് ഇപ്രാവശ്യം വളരെ രസകരമായ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ആരാണ് വിജയിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേ നമുക്ക് പ്രവചിക്കാൻ കഴിയും. നിശ്ചയമായി നമ്മളിപ്പോൾ അത് പറയും. എങ്കിൽ കൂടിയും സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എതിർ സ്ഥാനാർത്ഥി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ രണ്ട് കൂട്ടർക്കും എതിരായ വികാരമുണ്ട് അല്ലെ? പിന്നെ കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടൊരു വികാരമുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം മോശമാണ് എന്നുള്ളൊരു വികാരമുണ്ട്. ആന്റി ഇൻകംബൻസിയും ഉണ്ട്. സർക്കാർ വിരുദ്ധ വികാരവും ഈ പറയുന്ന നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരും. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുമ്പോഴും അതൊരു വലിയ വോട്ട് ഷെയറിലേക്ക് മാറാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതൊരു നിശ്ചയമായും മാവേലിക്കരയിൽ അതൊരു ഗ്രോത്ത് കാണിക്കും. BJP ഒരു ഗ്രോത്ത് കാണിക്കും. ആരുടെ വോട്ട് ഊറ്റിയെടുക്കുമെന്ന് പലയിടത്തും BJP പിന്തുണയ്ക്കുന്നില്ല എങ്കിലും മോദി എന്ന നേതാവിനെ, ഏബിൾ ആയിട്ടുള്ള നേതാവ് എന്ന നിലയ്ക്ക്, പ്രധാനമന്ത്രിയാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ മോദിയേ ഉള്ളൂ എന്ന അഭിപ്രായം ചിലരെങ്കിലും കാഴ്ചവെക്കുന്നുണ്ട്. അടുത്ത ചോദ്യം പ്രധാനമാണ്. സർക്കാരിനെ സംബന്ധിച്ചും പ്രതിപക്ഷത്തിന് ആശ്വാസമാകുമോ എന്നറിയേണ്ടതൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നവകേരള സദസ് വേണോ അതോ വേണ്ടേ? മാവേലിക്കരക്കാർ പറയുന്നു ഉത്തരങ്ങൾ ഇതാണ്. നവകേരള സദസ് ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് 21.7% മാത്രം. വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് 75% ആളുകളാണ്. ക്ലിയർ അവിടെ പ്രതിപക്ഷത്തിന് പ്രതീക്ഷ വെക്കാം. അതാണ്. അതെച്ചാല് ഇത് നോക്കൂ, ഇതിനകത്ത് വളരെ ഏറ്റവും കൂടുതൽ ശക്തമായ വികാരം സർക്കാരിനെതിരായി നിലനിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാവേലിക്കരയെ പരിഗണിക്കാം പല കാരണങ്ങളാൽ. ഒന്ന്, അവർ വിലക്കയറ്റം വലിയ പ്രശ്നമായി കാണുന്നു. 2, അവർ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായി കാണുന്നു. 3, മെച്ചപ്പെട്ടൊരു സർക്കാരല്ല 2ാം പിണറായി സർക്കാർ എന്ന് വിധി എഴുതുന്നു. 4, ഈ പറയുന്ന നവകേരള സദസ്സ് അതൊരു വലിയ പരിപാടിയായിരുന്നില്ലേ? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. ആ പരിപാടി അനാവശ്യമായിരുന്നു എന്ന് 75% പേർ പറയുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സർക്കാർ വിരുദ്ധ തരംഗം ഏറ്റവും ശക്തമായി നിൽക്കുന്നൊരു മണ്ഡലമാണ് മാവേലിക്കര. അപ്പോൾ തന്നെ പ്രതിപക്ഷത്തെക്കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായവും അവർക്കില്ല. മണ്ഡലങ്ങളിലുമുണ്ട്. പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന അഭിപ്രായം പ്രതിപക്ഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് അവിടുത്തെ ധനമന്ത്രിയോടുള്ള വികാരം എന്ത് എന്ന് മനസ്സിലാക്കുന്ന ചോദ്യമാണ്. സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണ് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? നമുക്ക് വളരെ പെട്ടെന്ന് വരാം. സംസ്ഥാനമാണോ അതോ കേന്ദ്രമാണോ കുറ്റക്കാരൻ? മാവേലിക്കര പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ പരാജയം 56.7%. ആ മണ്ഡലത്തിൽ നിന്നുള്ള ധനമന്ത്രി മാവേലിക്കര പറയുന്നു 56.7%. കേന്ദ്ര സർക്കാരിന്റെ കാരണങ്ങളാണെന്ന് പറയുന്നത് 27.3% പേർ മാത്രമാണ്. അതായത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറയുന്ന വാദങ്ങൾ, അതായത് നവകേരള സദസ്സിൽ സഞ്ചരിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാവേലിക്കര തള്ളിക്കളഞ്ഞിരിക്കുന്നു. 56% പേര് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതെന്ന് 56% പേർ പറയുമ്പോൾ again there's a strong anti-incumbency wave in the constituency. ധനമന്ത്രിയുടെ മണ്ഡലം പോലും വിശ്വസിക്കുന്നില്ലേ എന്ന ചോദ്യം അവിടെ വരികയാണ്. ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ അത് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതും സർക്കാരിന്റെയും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. ED, CBI പോലുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മാവേലിക്കര പറയുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ട് എന്ന് പറയുന്നത് 19.8% ആളുകൾ മാത്രം. അതേസമയം ഇല്ല എന്ന് പറയുന്നു 68.3% ആളുകൾ. വലിയ കണക്കാണ്. ഈ കണക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ പ്രതിപക്ഷവും, അതായത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ മാവേലിക്കര തള്ളിക്കളയുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പല കാരണങ്ങളാൽ മാവേലിക്കര ഈ പറയുന്ന ഒരു BJP-യോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അതൊന്നും തന്നെ
ഒരു വിക്ടോറിയസ് ആയിട്ട് അവർക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടിയും അതൊരു ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നരേന്ദ്രമോദിയുടെ മികച്ച പ്രകടനത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ ഇതാ EDയും CBIയും ഉപയോഗിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും രാജ്യത്തുടനീളം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തെ ഒരു മണ്ഡലം, അതായത് മാവേലിക്കര മണ്ഡലം പറയുന്നു 68% ആളുകൾ പറയുന്നു അങ്ങനെ ഒരു പരിപാടിയില്ല, രാഷ്ട്രീയ പകപോക്കലും നടക്കുന്നില്ല എന്ന് കാരണം അവരുടെ പറഞ്ഞു. മുന്നിലാണ് കരുവന്നൂരിലും കണ്ടലയിലും ഒക്കെ അവർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ കാര്യമാണ് ഏജൻസികൾ വന്നത്. അതിനുശേഷമാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനം സ്വാധീനിച്ചിട്ടുണ്ടാവാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ചും കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടുന്ന UDF ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചിട്ടുള്ളതായി അറിയാമല്ലോ. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ച് എന്താണ് മാവേലിക്കരയിലെ വോട്ടർമാരുടെ വിലയിരുത്തൽ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വലിയ നേട്ടമുണ്ടാക്കുമെന്ന 5.9% പേർ വിശ്വസിക്കുമ്പോൾ മെച്ചപ്പെട്ട പ്രകടനമെന്ന് 30.9% പേർ. ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്ന് 45.1%. നിലവിലേതിനേക്കാൾ മോശമായി എന്ന് അഭിപ്രായപ്പെടുന്നവർ 11.4%. വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് 6.5% പേർ. ഇവിടെ 36.8% പേര്, നമുക്ക് 37 എന്ന് വെക്കാം, 37% പേര് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം 45% ആളുകൾക്ക് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയുമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, മാവേലിക്കര വളരെ കോൺട്രാഡിക്ടറി ആയ റിസൾട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായിട്ട് വളരെ എളുപ്പമല്ല ഈ ഡാറ്റ നമുക്ക് പരിശോധിച്ച് മനസ്സുണ്ട്, പക്ഷേ അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. UDF മനസ്സ് നിശ്ചയമായും ഉണ്ട്, ആന്റി ഇൻകംബൻസി വികാരമുണ്ട്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനെ ആളുകൾക്ക് അറിയുന്നില്ല എന്ന് പറയുന്നു. അത് വലിയ ഒരു വിഭാഗമായി മണ്ഡലത്തിൽ സജീവമല്ല എന്ന് പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ കാര്യമായി സ്വാധീനിക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ധനപ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ നവകേരള സദസ്സ് പരാജയമാണെന്ന് പറയുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ ഈ സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഒരേ സമയം ഈ പറയുന്ന UDFനും LDFനും ഒരുപോലെ എതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ വോട്ടർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം ഏത് രൂപത്തിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാവണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം. അതിൽ ആദ്യ സ്ഥാനം പിണറായി വിജയനാണ്. അല്ല, ആണ്. ഇപ്പോൾ ക്ഷമിക്കണം, KK ശൈലജ. ശൈലജയുടെ 26.4%. നോക്കൂ, 26.4% ആളുകൾ KK ശൈലജ മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ പിണറായി വിജയന് വേണ്ടി പറയുന്ന എത്ര പേരാണ്? 20.6% എന്ന് പറയുമ്പോഴത്തേക്ക് 6% വ്യത്യാസമാണ് പോപ്പുലാരിറ്റിയിൽ. മാവേലിക്കരയിൽ പോപ്പുലാരിറ്റിയിൽ പിണറായി വിജയനേക്കാൾ ഏറെ മുന്നിലാണ് KK ശൈലജ. തരൂരിന്റെ പേര് പറയുന്നവർ 11.9% പേർ. VD സതീശൻ അതിലും കൂടുതലുണ്ട്, 13. VD സതീശനാണ് കോൺഗ്രസിൽ നിന്ന്. ഇല്ല, 13.7%. ചെറിയ വ്യത്യാസം. തരൂരാണ് മുന്നിൽ. ക്ഷമിക്കണം, തരൂർ 11ആണ്. എനിക്ക് കണക്ക് തെറ്റി. VD സതീശനാണ്. പക്ഷേ നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തെയാണ്, ഇടതുപക്ഷത്തുനിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതെ, ഇടതുപക്ഷത്തുനിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത്രയും ജനവിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയാകേണ്ടത് ഇടതുപക്ഷത്ത് നിന്നും. മലപ്പുറം ഒഴികെയുള്ള നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മാവേലിക്കര അടക്കം 4 മണ്ഡലങ്ങൾ KK ശൈലജയ്ക്കൊപ്പമാണ്. ജനമനസ് KK ശൈലജയ്ക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയായി അവർ ആഗ്രഹിക്കുന്നത് KK ശൈലജയാണ്. പിണറായി വിജയന്റെ പ്രവർത്തനവും അവർ വിലയിരുത്തുന്നുണ്ട്. ഈ ഓരോ ചോദ്യങ്ങളിലും വരുന്ന മറുപടിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ KK ശൈലജയുടെ പോപ്പുലാരിറ്റി ഇൻക്രീസിംഗ് ആൻഡ് പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി അതിനേക്കാൾ അപ്പുറം ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് വലിയ പിന്തുണയും ലഭിക്കും. നോക്കൂ, സുരേഷ് ഗോപി ഇവിടെയും സജീവമാണ്. 12.5% ആളുകൾ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 12.5% സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുമ്പം കേവലം 1.5% ആളുകൾ മാത്രമാണ് K സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ കേരളത്തിൽ BJPയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖമായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും നേരത്തെ സ്മൃതി പറഞ്ഞത് കണക്ക് മാവേലിക്കര CS സുജാതയെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലം. 2004 അതെ, അപ്പോൾ അവിടെ ഈ പറയുന്ന കണക്ക് ഈ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ക്യാമ്പയിന് വലിയ സ്വാധീനമുണ്ട്. കാരണം CS സുജാതയെ പോലൊരു രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് സുജാതയെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും KK ശൈലജയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത് അത്ഭുതകരമല്ല. എങ്കിലും ആ ഡിഫറൻസ് വളരെ വലുതാണ്. 20% മാത്രമേ പിണറായിക്ക് പിന്തുണയുള്ളൂ, 26% KK ശൈലജയ്ക്കാണ്. ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്കല്ലേ നമുക്ക് ആ ഏറ്റവും നിർണായകമായ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് നെഞ്ചെടുപ്പ് കൂട്ടുന്ന ചോദ്യമാണ് അല്ലെ? ഏത് പാർട്ടി, ഏത് മുന്നണി വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? നോക്കാം.
വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആര് വിജയിക്കണം? മാവേലിക്കര തുടരണോ മാറണോ? ആ ചോദ്യത്തിന് ഉത്തരം ഇതാ വരുന്നു. നോക്കൂ, LDF വരണമെന്ന് ആഗ്രഹിക്കുന്നു 44.2%. നോക്കൂ, എന്തൊരു അല്ലേ, ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. വൈരുദ്ധ്യം, വല്ലാത്ത വൈരുദ്ധ്യമാണ്. അതിനകത്ത് എനിക്കൊരു യുക്തിയുണ്ട്. അതായത് UDF എത്രയാണ് കിട്ടുക? 40.5% അല്ലെ? LDF 44.2%. അതായത് ഏതാണ്ട് 4.7% ലീഡാണ് LDF സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. നോക്കൂ, ഇപ്പൊ ഈ പറയുന്ന ഏറെക്കുറെ 5% LDF വർദ്ധിക്കാൻ പോവുകയാണ്. 4.7 എന്ന് പറയുന്നത് നമുക്ക് 5% എടുക്കാം. 5% പിന്നെ LDF വർദ്ധിക്കുമ്പോൾ കൃത്യമായും വോട്ട് ചോരുന്നത് എവിടുന്നാണെന്നറിയാവോ? കോൺഗ്രസിൽ നിന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 45% കൊടിക്കുന്നിൽ സുരേഷിന്റെ വോട്ട് 45.36%. ഇപ്രാവശ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 40.5%. അതായത് 5% വോട്ട് കൊടിക്കുന്നിൽ സുരേഷിന് കുറയുമ്പോൾ 5% വോട്ടിന്റെ വ്യത്യാസത്തിൽ LDF വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെയാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ പേരറിയാമോ? അറിയാമെന്ന് 78.9% പേർ, അതായത് 79% പേർ. അറിയില്ല എന്ന് 21.1% പേർ. നോക്കൂ, കേരളമാണ് ഈ സംസ്ഥാനം. കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ ലോക്സഭാ MP കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല എന്ന് 21 പേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചോദ്യവും അതിൻ്റെ മറുപടിയും വളരെ പ്രധാനമാണ് എന്നുള്ളത്. അത് കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടൊരു നിലപാടാണ് എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. കാരണം എത്ര തവണയാണ് കൊടിക്കുന്നിൽ അവിടെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്? 3 തവണ. ഇത് 4ാം അംഗം. അതിനു മുമ്പ് അവിടെ അടൂർ മണ്ഡലമായിരുന്നു. ആ അടൂർ മണ്ഡലത്തിൽ 89 ജയിച്ചില്ലേ? തുടർച്ചയായിട്ട് 3 തവണ വേറെയും ജയിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ഏതാണ്ട് 7 തവണ MP ആയിരുന്ന ഒരാളാണ്. ആ 7 തവണ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അറിയില്ല എന്ന് 100-ൽ 21 പേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടുള്ള വികാരം കൂടി കൊണ്ടാണ്. സുജയ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നേരത്തെ താങ്കൾ പറഞ്ഞു ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് തന്നെയാണ് സാധ്യത എന്ന്. ഈ പറയുന്ന UDF കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, UDF സ്ഥാനാർത്ഥി പട്ടികയിൽ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ തന്നെ വരുമെന്ന് താങ്കൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഉള്ള സാഹചര്യത്തിൽ മാവേലിക്കര പോലുള്ള മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നിലല്ലാതെ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാൻ കഴിയാത്ത ചില നിർണായക ഘടകങ്ങളുണ്ട്. താങ്കൾക്ക് അറിയാവുന്നതുപോലെ അതൊരു സംവരണ മണ്ഡലമാണ്. ആ സംവരണ മണ്ഡലത്തിൽ മറ്റൊരു പരീക്ഷണം, അതും 7ഇടത്തും ഇടതുപക്ഷം വളരെ സജീവമായി നിൽക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന്, അതായത് അവർ സജീവ സാന്നിധ്യമാണ്. 2021 2024 വരെ അവർ വളരെ തുടർച്ചയായി മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ കൂടിയാണ് അവിടെയുള്ളത്. മന്ത്രിമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എല്ലാവരും പരിചിതരാണ്. ഈ പോപ്പുലാരിറ്റി കുറയുന്നതിന്റെ, കൊടിക്കുന്നിൽ സുരേഷ് അവിടെ മത്സരിക്കാൻ തയ്യാറല്ല, തനിക്ക് ആഗ്രഹം നിയമസഭയാണ് എന്ന് കൊടിക്കുന്നിൽ ഇടയ്ക്ക് മാത്രമല്ല മറ്റൊരു കാര്യം പറയാം. അതായത് പാർട്ടി അധ്യക്ഷനാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. KPCCയുടെ അധ്യക്ഷനാകണം തനിക്ക് താൻ സംവരണ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് പരിഗണിക്കപ്പെടാതെ പോയി. അങ്ങനെയൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആഗ്രഹിക്കുന്നത് 2026 നിയമസഭയിലേക്ക് പോകാനാണ്. ലോക്സഭാ സീറ്റിൽ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ നിൽക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അതിന് വില കൊടുക്കേണ്ടി വരും. കാരണം അതാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു MP തന്നെ ആ പറയുന്ന മാവേലിക്കര മണ്ഡലത്തിൽ അൺപോപ്പുലർ ആയിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാത്ത 21 പേര് എങ്ങനെയാണ് മാവേലിക്കര പോലെ വളരെ സാക്ഷരമായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു രാഷ്ട്രീയ കൊട്ടാരക്കരയിലും ഉണ്ട് ഓഫീസ്, മാവേലിക്കരയിലുമുണ്ട് ഓഫീസ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മാവേലിക്കരയിലെ വോട്ടർമാർക്ക് കഴിഞ്ഞ 6-7 തവണയായി ലോക്സഭയിൽ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സുരേഷിനെതിരായിട്ടുള്ള ഒരു വികാരമായി അറിയില്ല. നോക്കാം നമുക്ക്. ആർ ശ്രീജിത്ത് നമുക്ക് പോകണ്ട രാഷ്ട്രീയ വിശകലനവുമായി. വെൽക്കം ആർ ശ്രീജിത്ത് ടു മെഗാ പ്രീ പോൾ സർവേ. നമ്മളിപ്പോൾ മാവേലിക്കരയിലൂടെ ഇങ്ങനെ ഒന്ന് കടന്നുപോയി അവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം കണ്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഉണ്ണിസാറിന് ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് മാവേലിക്കര മാറി ചിന്തിക്കുന്നത്? കൊടിക്കുന്നിൽ സുരേഷിനെ തള്ളിക്കളയുകയാണോ മാവേലിക്കരക്കാർ? അങ്ങനെ ഒരു പൾസ് അവിടെ ഉണ്ടോ ആർ ശ്രീജിത്ത്? സുജയ, ഗുഡ് ഈവനിങ്. മാവേലിക്കര മണ്ഡലത്തിലെ ഈ സർവേ ഫലത്തിൽ എനിക്ക് ഒരു തരത്തിലും അത്ഭുതം തോന്നുന്നില്ല. കാരണം മാവേലിക്കര മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയമായിട്ടൊരു കണക്കെടുത്താൽ, ആ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ അവിടെ LDF വ്യക്തമായ മെജോറിറ്റി ഉള്ള മണ്ഡലമാണ്. എന്നാൽ മുൻതവണയൊക്കെ എങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ജയിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന് CPIയുടെ സ്ഥാനാർത്ഥി താരതമ്യേന ദുർബലമായിരുന്നു, മറ്റൊന്ന് ഈ മണ്ഡലമാകെ അറിയപ്പെടുന്നൊരു പ്രൊഫൈലുള്ള ആളുകൾ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നിരുന്നില്ല. പിന്നീട് കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 7 തവണ MP ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രൊഫൈലും വ്യക്തിപ്രഭാവവും കൊണ്ട് മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചതാണ്. എന്നാൽ
10 തവണ മത്സരിച്ച് 7 തവണ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അത്തരത്തിലൊരു പ്രഭാവം കുറഞ്ഞു വരുന്നു എന്നതും ഒരു കാരണമാണ്. ഒപ്പമാണ് രാഷ്ട്രീയ കാരണങ്ങളുമുള്ളത്. അതായത് മാവേലിക്കര മണ്ഡലത്തിൽപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ 2-3 മണ്ഡലങ്ങൾ എടുത്താൽ കുട്ടനാട് തോമസ് കെ തോമസ് ആണ് അവിടെ LDFന് വ്യക്തമായ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. ചെങ്ങന്നൂർ സജി ചെറിയാൻ പ്രതികരിക്കുന്ന മണ്ഡലമാണ്, അവിടെയും വ്യക്തമായ മെജോറിറ്റി LDFനുണ്ട്. പിന്നീട് ഇങ്ങോട്ടൊന്ന് മാവേലിക്കര മണ്ഡലം വന്നാൽ മാവേലിക്കരയിലും വലിയ ഭൂരിപക്ഷം LDFന് രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ്. ഇനി ചങ്ങനാശ്ശേരി എടുത്താൽ അവിടെ UDFും LDFും കട്ടക്കട്ടയ്ക്ക് നിൽക്കാമെങ്കിലും പുതിയ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടി മാറി വന്ന സാഹചര്യത്തിൽ അവിടെയും LDFന് മുൻതൂക്കമുണ്ട്, മേൽക്കൈയുണ്ട് എന്നതും വാസ്തവമാണ്. പിന്നെ ഇങ്ങ് കൊല്ലത്തേക്ക് വന്നാൽ കുന്നത്തൂരും കൊട്ടാരക്കരയും അടക്കമുള്ള മണ്ഡലങ്ങളിലും LDFന് വ്യക്തമായ മെജോറിറ്റി ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്തരമൊരു ഫലം ഉണ്ടാകാതിരിക്കുക എന്ന് കൂടി അറിയണം. മാത്രമല്ല കഴിഞ്ഞ തവണ അദ്ദേഹം ശബരിമല തരംഗമുണ്ടായ സമയത്ത് പോലും കൊടിക്കുന്നിലൊരു വലിയ മൃഗീയ ഭൂരിപക്ഷം സമീപ മണ്ഡലങ്ങളെ പോലൊന്നും ഉണ്ടായില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം അവിടെ കുറഞ്ഞു വരികയായിരുന്നു. അത് വന്ന് ഇപ്പോൾ അദ്ദേഹം തോൽക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. സർവേ ഫലങ്ങൾ വരുമ്പോൾ നല്ലൊരു ശക്തനായ എതിരാളി അത് ഇടതുപക്ഷത്തിന് വിജയസാധ്യത കൂട്ടും എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് വരേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കൃഷിമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CA അരുൺകുമാറിന്റെ പേരാണല്ലോ. CPയുടെ മണ്ഡലമാണ്. ആ പേര് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ കൊടിക്കുന്നിലിന് എതിരെ വരുന്ന ശക്തനായ എതിരാളിയായി നമുക്ക് അരുൺകുമാറെ സങ്കല്പിക്കാമോ? AYFന്റെ നേതാവാണ് മാവേലിക്കരക്കാരനായ CA അരുൺകുമാർ. അദ്ദേഹം കൃഷിമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. AYFന്റെ നേതാവാണ്. മണ്ഡലത്തിൽ മാവേലിക്കര, ആലപ്പുഴ മേഖലകളിൽ അദ്ദേഹത്തിന് നല്ല പ്രവർത്തന പാരമ്പര്യവുമുണ്ട്. യുവ നേതാവാണ്. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാളെയാണോ അരുൺകുമാറിനെ പോലെ ഒരാളെയാണോ തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രചരണം ആരംഭിക്കണമെന്നും CPIയുടെ നേതൃതലത്തിലും ധാരണയുണ്ട്. CPM നേതൃത്വവും അരുൺകുമാറിൻ്റെ പേരിനോടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അരുണിനെ പോലൊരു യുവജന നേതാവിനെ അവിടെ അവതരിപ്പിക്കുന്നതാവും കൊടിക്കുന്നിലെ നേരിടാൻ നല്ലത് എന്ന അഭിപ്രായം CPM നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. അക്കാര്യം CPIഎമ്മിൻ്റെ നേതാക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അരുണിൻ്റെ പേരിന് തന്നെയാണ് അവിടെ മുൻതൂക്കം. കഴിഞ്ഞ തവണയൊക്കെ അവിടെ മത്സരിച്ച ആളുകളെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന് പരിഗണിക്കാൻ സാധ്യതയില്ല. അന്നും അരുൺകുമാറിന്റെ പേര് അവിടെ ഉയർന്നു വന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും സജീവമായി അരുൺകുമാറിന്റെ പേര് തന്നെയാണ് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ 3 ജില്ലാ കൗൺസിലുകളുടെ തീരുമാനം വന്നാൽ മാത്രമേ CPIയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാകുകയുള്ളൂ. അത് കൊല്ലം, അതോടൊപ്പം തന്നെ ആലപ്പുഴ, ഒപ്പം കോട്ടയം, ഈ 3 ജില്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്താണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്തായാലും അരുണിന്റെ പേരിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വിശകലനം നോക്കൂ, ഇത് ഈ പറയുന്ന മാവേലിക്കര അല്ല പക്ഷേ പ്രശ്നമുണ്ട്. മാവേലിക്കര ഒരു നല്ല സ്ഥാനാർത്ഥിയെ UDFന് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഈ വികാരം എന്ന് പറയുന്നത് അത് UDFനെതിരായൊരു വികാരം ആ മണ്ഡലത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ സർവേയിൽ നിന്ന്. കാരണം പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് അവിടുത്തെ വോട്ടർമാർ പങ്കുവച്ചിട്ടുള്ളത്. അത് വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, തൊഴിലില്ലായ്മയുടെ കാര്യത്തിനകത്താണെങ്കിലും, അഴിമതിയുടെ കാര്യത്തിനകത്താണെങ്കിലും, നവകേരള സദസ്സിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, 2ാം പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാര്യത്തിലായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു ആൻറ്റി ഗവൺമെൻറ് സ്റ്റാൻഡാണ് UDF വോട്ടർമാർ അവിടെ എടുത്തിരിക്കുന്നത്. നിശ്ചയമായും അവിടുത്തെ മാവേലിക്കരയിലെ വോട്ടർമാർ എടുത്തിരിക്കുന്നത് നിശ്ചയമായും UDFന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് അവർക്കൊരു എതിരഭിപ്രായവുമുണ്ട്. എങ്കിൽ കൂടിയും താരതമ്യേന സ്ട്രോങ് ആയ വികാരം ഈ പറയുന്ന സർക്കാരിനെതിരായിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 5% വോട്ട് വ്യത്യാസത്തിലായിരിക്കും അല്ലെ സാർ. ഇത് നമ്മൾ ഈ സർവേ എടുത്തിരിക്കുന്നത്, സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നത് ഫെബ്രുവരി 8 വരെയാണ്. അതിനുശേഷം ഒരാഴ്ച കൂടി പിന്നിട്ടിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മണ്ഡലത്തിലേക്ക് ഇറങ്ങി സജീവമാകുന്നുണ്ട്. ഈ 5% എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ എപ്പോഴും, അതായത് രമേശ് ചെന്നിത്തലയെ വേണ്ടെന്ന് വെച്ച് CS സുജാതയെ സ്വീകരിച്ച മണ്ണാണ് മാവേലിക്കരയുടേത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. ഇവിടെ ശരാശരിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ശരാശരി എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് MPയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ സാന്നിധ്യത്തെ ഒക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ടാകാം. അപ്പോൾ അവരുടെ മനസ്സ് മാറുകയാണെങ്കിൽ 89-ൽ കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായി പാർലമെന്റിലേക്ക് പോകുമ്പോൾ 27 വയസ്സാണ് പ്രായം. അപ്പോൾ മുതൽ മണ്ഡലത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ എല്ലാ അടവും പയറ്റി തെളിഞ്ഞ ഒരാളാണ് നമ്മൾ ഇപ്പോൾ ഈ സർവേയിൽ ജനങ്ങളുടെ ഹിതത്തിൽ പിന്നിൽ നിൽക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നത്. അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാത്തതായിരിക്കില്ലല്ലോ ഉണ്ണി സാർ. അല്ല, അത് മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം വിട്ടുപോയിട്ടുള്ള ഇതിനകത്ത് BJP 15.3% എത്തും എന്നുള്ളതാണ്. അത് നോക്കൂ. അപ്പോൾ അവിടെ അത്രയുമുണ്ട് ഇല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. 2019 13.75%.
ലോക്സഭയിലെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 13.75%. അത് നമ്മുടെ സർവേ പ്രകാരം 15.3% ഉയർത്താൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ 2% നേട്ടം BJP ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ വോട്ട് ചോർച്ച നമുക്ക് ഊഹിക്കാവുന്നത് പോലെ തന്നെ UDFന്റെ വോട്ട് ഷെയറിൽ നിന്ന് തന്നെയായിരിക്കും. ഏതായാലും CPMന്റെ വോട്ട് ബാങ്കിൽ നിന്നൊരു ചോർച്ച BJPയിലേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പ്രത്യേകിച്ച് മാവേലിക്കര പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പോൾ മാവേലിക്കരയിൽ ഈ പറയുന്ന 2% വളർച്ച BJP രേഖപ്പെടുത്തുകയും ഈ ഒരു സ്ട്രോങ് ആന്റി ഇൻകംബൻസി കൊടുക്കുന്നിൽ നിന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ മറ്റു വികാരങ്ങളെല്ലാം മാറി നിൽക്കും. സ്വാഭാവികമായിട്ടും LDFന് ഒരു മുന്നേറ്റം വരുത്താം. LDFന്റെ മുന്നേറ്റം അപ്പോഴും വളരെ മാർജിനിലായിരിക്കും. 5% എന്ന് പറയുന്നത് വലിയ ശതമാനമല്ല. അഡ്വാൻറ്റേജ് LDF എന്ന് നമ്മൾ പറയുമ്പോൾ നവകേരള സദസ് അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം 75% ആളുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറയുന്നത് അത്രയ്ക്ക് സാധ്യമാകുന്ന ഒരു ഘട്ടമല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 75% ആളുകളും നവകേരള സദസ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മാവേലിക്കര. അതുപോലെ തന്നെ 60%-നടുത്ത ആളുകൾ ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം കേന്ദ്ര സർക്കാർ അല്ല, അത് ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മയാണെങ്കിലും വിലക്കയറ്റമാണെങ്കിലും ആ പ്രശ്നങ്ങൾ അഴിമതിയുടെ പ്രശ്നത്തിനകത്താണെങ്കിലും ഒക്കെ ഏതാണ്ട് 41% ആളുകൾ സംസ്ഥാന സർക്കാരിനെതിരാണ്. അപ്പോൾ ആ ഒരു വികാരം വളരെ ശക്തമായിരിക്കുന്നു. മാത്രമല്ല പിണറായിയേക്കാളും മുന്നിലാണ് KK ശൈലജ. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കായിരിക്കും, അല്ലാതെ KK ശൈലജ. എനിക്ക് പക്ഷേ ഈ മണ്ഡലത്തെ പറ്റി തോന്നുന്നത് ഈ കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും കൂടുതൽ മോശം അവസ്ഥ ഉണ്ടായിരിക്കുന്നതിൽ നമ്മൾ മുഴുവൻ കടന്നു പോകുമ്പോൾ അത് MP-യുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. MP-യുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും 21% ആളുകൾ 21 അതൊന്നും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തില് അത് 7 തവണ ആ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് അറിയില്ല എന്ന് 121 പേർ പറയുന്നുണ്ട്. എങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടുള്ള അഭിപ്രായമാണ്, അല്ലാതെ UDFനെതിരായിട്ടുള്ള അഭിപ്രായമാണ്. പാർട്ടിയിൽ ഇതിനോട് കൊടിക്കുന്നിനോട് എതിർപ്പുള്ളവരുണ്ട്. ആ വികാരം കൂടി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇത്തവണ ഇല്ല എന്നൊരു പ്രതികരണം നടത്തിയത്. പതുക്കെ നിയമസഭയിലേക്ക് നോക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാൻ പോകുക. അങ്ങനെ പരസ്യമായി അദ്ദേഹം പ്രതികരിക്കും. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. മാവേലിക്കര എന്ന് പറയുന്നത് UDFനൊരു ഷുവർ ബെറ്റ് അല്ല, സേഫ് അല്ല. നിലവിലെ സർവേ ഫലം അനുസരിച്ച് ഇപ്പോൾ മണ്ഡലം നിൽക്കുന്നത് LDFനൊപ്പമാണ്. അഡ്വാൻറ്റേജ് ടു LDF. UDFന് കയ്യിലുള്ള ഒരു സിറ്റിംഗ് സീറ്റ് പോകുമെന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. മാവേലിക്കരയിൽ നില മെച്ചപ്പെടുത്താനുള്ള ചാൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മറികടക്കാം. ഫെബ്രുവരി 8 വരെയുള്ള സാമ്പിൾ സൈസാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഇതുവരെ 5 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ UDFനൊപ്പം, 2 മണ്ഡലങ്ങൾ കാസർഗോഡും മാവേലിക്കരയും LDFനൊപ്പം. അങ്ങനെയാണ് നിൽക്കുന്നത്. റിപ്പോർട്ടർ